നമസ്കാരം. നിങ്ങളുടെ നാളെ എങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഉള്ളത് നൈറ്റ് ഓഫ് സോൾസ് ആണ്. നൈറ്റ് ഓഫ് സോൾസിൽ വന്നിരിക്കുന്ന മെയിനായിട്ട് കീവേഡ്സ് പറഞ്ഞാൽ വളരെയധികം ഇൻസ്പിറേഷണൽ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വ്യക്തി, അതിനനുസരിച്ചുള്ള ഒരു ചലനം, കാര്യനിർവഹണ ശക്തി, അഭിലാഷം, പിന്നെ ശൗര്യം, എങ്ങനെയായാലും ലക്ഷ്യം നേടും എന്ന് പറഞ്ഞ് കുതിരപ്പുറത്ത് വന്ന ഒരു പോരാളിയെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പോഴെന്താണോ കാര്യമായിട്ട് ശ്രമിക്കുന്നത് ആ കാര്യത്തിന് വിട്ടിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചോളൂ, അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളതാണ് ഇതിൽ കൂട്ടിയിട്ട് കാണിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടായിട്ട് ബ്ലൂ ആണ്. ബ്ലൂ നമുക്ക് വികാരങ്ങളുടെയാണ്. അതായത് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് നടക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് നമ്മൾക്ക് തരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനാണത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഓടുന്ന സാധനം എന്താണെങ്കിലും നിങ്ങൾക്കിത് കിട്ടും എന്നുള്ളതായിരിക്കും പറഞ്ഞിട്ടുള്ളവ. ഇപ്പോൾ ഏസ് ഓഫ് ഫാൻസ് ആണ് നമ്മൾക്ക് അതിനുള്ള അഡ്വൈസായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് പ്രപഞ്ചം. ഏസ് ഓഫ് ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻസ്പിറേഷനാണ്, അതിലും പ്രചോദനം തന്നെയാണ്. പുതിയൊരു ജോലി അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അങ്ങനെയൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ തുടങ്ങിക്കോളൂ. അതിന് പറ്റിയ സമയമാണിത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ ജോലിക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അത് കിട്ടും എന്നുള്ളതാണ് ഈ ഏസ് ഓഫ് ഫാൻസിൽ കൂടിയിട്ട് അർത്ഥമാക്കുന്നത്. യൂണിവേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള കൈ നിങ്ങൾക്കൊരു മുളച്ചു വരുന്ന വാൻസാണ് കാണിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾക്കൊരു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് കൂടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നാണ് ഇതിൽ കൂടി കാണിക്കുന്നത്. ഈ റീഡിങ് നമ്മുടെ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന റീഡിങ്സൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവീത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ചാനൽ. ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൾ മീ. ഓക്കെ, താങ്ക് യു.